ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും നേരെയാക്കാൻ പോകുന്നു. ഇവിടെ നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ബാലൻസിൽ കൊണ്ടുവരുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇമോഷണൽ ലെവലിൽ നിങ്ങളുടെ വിഷസ് ഫുൾഫില്ലാക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ചെറിയ ഒരു കാര്യത്തിന് സൗന്ദര്യ പിണക്കോ അങ്ങനെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ അത് എല്ലാം മാറ്റം വരുത്തി നിങ്ങളുമായിട്ട് റീയൂണിയനായി നല്ല സന്തോഷമായിട്ട് ജീവിക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നീക്കി ബാലൻസിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കൊണ്ടുവരാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും മൂവീസ് കാണുമ്പോഴോ സോങ് കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള കപ്പിൾസിനെ കാണുമ്പോഴോ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പാർട്ട്ണറിനും ഇതേപോലത്തെ സ്വഭാവം ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ അതൊന്നും അവർ എന്നോട് കാണിക്കുന്നില്ല, എന്ത് പറ്റി അവർക്ക്, അതൊക്കെ എവിടെ പോയി അവരുടെ ആ ഒരു സ്വഭാവം എല്ലാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ്. പല കാര്യങ്ങളും ഫുൾഫിൽ ആവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ലാഗ് മാറി എല്ലാം നേരെയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും ഒറ്റയ്ക്ക് ഇതാണ് ചിന്തിക്കുന്നത്. അതായത് ഇനി നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു ലാഗും വേണ്ട, എല്ലാം നേരെയാക്കണം, തിരികെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ പോകണം. ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഫിയർലെസ് ആയിട്ടാണ് ഉള്ളത്. എന്ത് കാരണത്തിനാണോ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് ആ കാരണം തന്നെ ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഫയർ എനർജിയിലാണ് ഉള്ളത്, അഗ്രസീവായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. അതായത് ഇവർക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യും. അത് മറ്റുള്ളവർ ഇനി എന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല. എനിക്ക് സന്തോഷം വേണം, എൻ്റെ ജീവിതത്തിൽ സന്തോഷം വേണം, അതിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. ആ ഒരു എനർജിയിലാണുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സെൽഫിഷ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ കാണുന്നത്. എല്ലാവരെയും സമാധാനത്തിൽ കൊണ്ടുപോകുക, എല്ലാവരെയും ബാലൻസിൽ കൊണ്ടുപോകുക, അങ്ങനെയുള്ള ആ ഒരു എനർജിയല്ല. ഇവർക്ക് ഇഷ്ടം എന്താണോ അത് ഇവർ ചെയ്യും, ആ ഒരു എനർജിയാണ്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെ മാക്സിമം ഇവരുടെ വലയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇവർ അതിന് നിൽക്കുന്നില്ല. ഇവർക്ക് തോന്നുന്നത് ഇവരോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ പോലും ഇവർ എൻ്റെ ചോര ഊറ്റി കുടിക്കുക, ആ രീതിയിലുള്ള സംസാരമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എനിക്ക് പറ്റുന്നില്ല ഇവരുമായിട്ട് സംസാരിക്കാൻ പോലും. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയെങ്കിലും ആ ഒരു വ്യക്തിയിൽ നിന്ന് അകലുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ലവ് ലൈഫിൽ മെയിനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൺഫ്യൂഷനിലും വളരെയധികം വിഷമവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ ഉള്ളത്, എനിക്ക് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരണം എന്നാണ്. ഈ ഒരു ഫുൾ മൂൺ ഇനി വരാൻ പോവുകയാണ്. 11-ാം തീയതിയാണ് ഫുൾ മൂൺ. 11, 12 ആണ് ഫുൾ മൂൺ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളിൽ യൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ഫുൾ മൂണിന് ശേഷമാണ് റീഡിംഗ് കാണുന്നത് എങ്കിൽ അടുത്ത ഫുൾ മൂണിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ന്യൂ മൂണിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്രമാത്രം പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് ഇവർ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല. ഇവിടെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സണൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളാണ് ഇവരുടെ ശക്തി, നിങ്ങളില്ലാതെ ഇവരില്ല, ആ ഒരു രീതിയിലുള്ള ഒരു സംഭാഷണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ നമുക്കിനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ തിങ്കിങ് വുമൺ അല്ലെങ്കിൽ തിങ്കിങ് മാൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പിണങ്ങിയിരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുവാൻ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾ പല കാര്യങ്ങളും വളരെ മെച്യൂറായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഫൈനാൻഷ്യലായിട്ടുള്ള ബ്ലോക്കേജസ് എങ്ങനെ മാറ്റും അതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നുണ്ട്. ചില സമയം ഇവർ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒത്തിരി ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ ഇവരെ സ്നേഹിക്കുക. അപ്പോൾ ഇവർ ചിന്തിക്കുകയാണ്, ഇത്രയും ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടും വിഷമിപ്പിച്ചിട്ടും അവർ എങ്ങനെ ഇത്രമാത്രം വീണ്ടും എന്നെ സ്നേഹിക്കുന്നു, അങ്ങനെ ഇത്രമാത്രം സ്നേഹിക്കാൻ എനിക്ക് എന്താണ് ഉള്ളത്, ഞാൻ അവരെപ്പോഴും ഹേർട്ട് ചെയ്യലേ ചെയ്യുന്നത്, അവരെന്നിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നു.
പല പ്രാവശ്യവും ജീവിതത്തിൽ നിങ്ങൾ ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് നികത്തുവാൻ ഇവർ മാക്സിമം ശ്രമിച്ചു. പക്ഷേ ഇവരെ കൊണ്ട് ആ ഒരു കുറവ് നികത്തുവാൻ സാധിച്ചില്ല. കാരണം അവർ പരാജയപ്പെട്ടു പോയി. നിങ്ങൾക്ക് മാത്രമേ ആ ഒരു കുറവ് നികത്താൻ സാധിക്കൂ. നിങ്ങൾ വേണം ഇവരുടെ കൂടെ, എങ്കിൽ മാത്രമേ ആ ഒരു കുറവ് നികരുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇല്ലാതെ വേറെ ആര് വന്നാലും ആ ഒരു കുറവ് തായിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ചും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ, അതായത് കറണ്ട് ഫീലിങ്സിലുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിക്കോളൂ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകും. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയുക. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് 8 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 8 മണിക്കൂറിനുള്ളിൽ പല ആൾക്കാരുടെയും കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഡൊമിനേറ്റിങ്ങോ മാനിപ്പുലേറ്റിങ്ങോ ആയിട്ടുള്ള ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അത് അവസാനിക്കാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഉള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ജഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനർജി കുറച്ച് ഹെവിയാണ്. അതുകൊണ്ട് തന്നെ 4 മണിക്കൂർ തൊട്ട് 15 മണിക്കൂർ വരെ നിങ്ങൾ കുറച്ചൊന്ന് ബാലൻസിൽ ഇരിക്കേണ്ടതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം ഈ ഒരു ടൈം പീരീഡിൽ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആ ഒരു പ്രശ്നം കാരണം നിങ്ങളും കൂടെ എന്തെങ്കിലും പറഞ്ഞ് ഇവരോട് വഴക്കിടാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോടായിരിക്കും ഇവർ എല്ലാ ദേഷ്യവും തീർക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് നിങ്ങൾ അവർക്ക് സ്പേസ് കൊടുക്കുക. അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ആർഗ്യുമെൻറ്റ് ചെയ്യാനോ അവരോട് എന്താ മെസ്സേജ് ചെയ്യാത്ത, എന്താ കോൾ ചെയ്യാത്ത, അങ്ങനെയൊന്നും ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യാനോ പോകരുത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ആ ഒരു കൈകളിൽ നിന്ന് മാറി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജിയും തേർഡ് പാർട്ടിക്ക് നെഗറ്റീവ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയോട് ഇവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു കൈകളിൽ നിന്ന് വഴുതി മാറി നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. 15 മണിക്കൂർ കുറച്ച് ഹെവി എനർജിയാണ് എന്നുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അത് ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അത് നടക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മോശം അനുഭവങ്ങൾ എന്തോ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിനെല്ലാം സ്വീകരിച്ച് സന്തോഷമായിട്ടോ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം അതെല്ലാം നിങ്ങളുടെ ഭാഗ്യത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ അയ്യോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ചൊരിക്കലും വിഷമിക്കാൻ പാടില്ല. എന്തും 2 കൈയോടെ സ്വീകരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുക. കാരണം നമ്മുടെ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് സന്തോഷമായാലും ശരി സങ്കടമായാലും ശരി. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.